അൺഫിറ്റായതും 7 മാസം മുമ്പ് മുക്കം നഗരസഭാ സെക്രട്ടറി പൊളിച്ചുമാറ്റാൻ നോട്ടീസ് നൽകിയതുമായ കെട്ടിടം ഇപ്പോഴും പൊളിച്ചുമാറ്റാതെ അപകട ഭീഷണി ഉയർത്തുന്നു. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് നോട്ടീസ് ലഭിച്ച് 7 മാസം കഴിഞ്ഞിട്ടും പൊളിച്ചുമാറ്റാതെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. നിത്യേന നൂറുകണക്കിന് രോഗികളെത്തുന്ന മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് അധികൃതരുടെ അനാസ്ഥയുടെ ഉത്തമ ഉദാഹരണമായി നിലനിൽക്കുന്നത്. അൺഫിറ്റാണെന്ന നോട്ടീസ് ലഭിച്ച് 7 മാസം കഴിഞ്ഞിട്ടും ഈ കെട്ടിടം പൊളിച്ചു മാറ്റാനായിട്ടില്ല. ആശുപത്രിയിലെത്തുന്ന നിരവധി രോഗികൾ വിവിധ ടെസ്റ്റുകൾക്കായി ആശ്രയിക്കുന്ന ലാബിൻ്റെയും രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന കെട്ടിടത്തിൻ്റെയും CHC ഓഫീസ് കെട്ടിടത്തിൻ്റെയും നടുവിലായാണ് അപകട ഭീഷണിയുള്ള കെട്ടിടമുള്ളത്. കെട്ടിടത്തിൽ ചോർച്ചയുണ്ടായതോടെ മെഡിക്കൽ ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് കെട്ടിടത്തിൻ്റെ സ്ലാബുകൾക്കും ചുമരുകൾക്കും വിള്ളലുണ്ടെന്ന് കണ്ടെത്തുകയും കെട്ടിടം അൺഫിറ്റാണെന്ന് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകുകയും ചെയ്തത്. കൂടാതെ കെട്ടിടത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ച വാട്ടർ ടാങ്കുകൾ എടുത്തു മാറ്റണമെന്നും അപകടങ്ങൾ ഒഴിവാക്കാൻ കെട്ടിടം എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. നോട്ടീസ് കെട്ടിടത്തിൻ്റെ വാതിലിൽ പതിക്കുകയും എക്സ്റേ യൂണിറ്റ് അഴിച്ചുമാറ്റി മറ്റൊരു കെട്ടിടത്തിലേക്ക് താൽക്കാലികമായി മാറ്റിവെക്കുകയും മാത്രമാണ് ഇതുവരെ ചെയ്തത്. രോഗികളും കൂട്ടിരിപ്പുകാരും ഉൾപ്പെടെ നിരവധി ആളുകൾ നിത്യേന എത്തുന്ന സ്ഥലമായതിനാൽ കെട്ടിടം തകർന്നു വീണാൽ കോഴിക്കോട് വലിയങ്ങാടിയിൽ ഉണ്ടായതിനേക്കാൾ വലിയ ദുരന്തമുണ്ടാവുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുക്കം മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ 7 മാസത്തോളമായി നമ്മുടെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്ന കെട്ടിടം പൊളിച്ചു മാറ്റാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ട് ഇതുവരെ യാതൊരു നീക്കവും നടന്നിട്ടില്ല. ഇപ്പോഴും വളരെയേറെ ഭീഷണിയോട് കൂടിയിട്ടാണ് ആ കെട്ടിടം നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ആ മിഷൻ അവിടുന്ന് മാറ്റുക മാത്രമാണ് ചെയ്തത്. ആ ബിൽഡിംഗ് ഇപ്പോഴും വളരെ ഭീഷണിയായിട്ട് പൊതുജനങ്ങൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. അതിനൊരു പരിഹാരം ഉടൻ കാണണം. അതുപോലെ കോഴിക്കോടൊക്കെ ഇതുപോലത്തെ പല ദാരുണ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുക്കത്തും ഇത് ആവർത്തിക്കാൻ വളരെയേറെ സാധ്യതയുണ്ട്. ഇതിൽ ഉടൻ പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല 7 മാസത്തോളം എക്സ്റേ യൂണിറ്റ് പ്രവർത്തിക്കാത്തതിനാൽ ആശുപത്രിയിലെത്തുന്ന രോഗികൾ വലിയ പണം ചെലവഴിച്ച് സ്വകാര്യ എക്സ്റേ യൂണിറ്റുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന എക്സ്റേ യൂണിറ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് 7 മാസമായിരുന്നു. ഇതുവരെ അവിടെ നിന്ന് മിഷനറികളൊക്കെ മാറ്റി എന്നല്ലാതെ അത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയോ പ്രവർത്തനം ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ വരുന്ന രോഗികൾ വലിയ ഇരട്ടി ചാർജ് കൊടുത്തിട്ട് പുറത്ത് പോയിട്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്നാണ് എക്സ്റേ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്ന് ഒരു ലാഭം ഇവർക്ക് കിട്ടുന്നുണ്ടുള്ള കാര്യം ഇതിന്ന് വ്യക്തമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് തുറന്ന് പ്രവർത്തിക്കണം. പൊതുജനങ്ങൾക്ക് വേണ്ട രീതിയിൽ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കണം. അതല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായിട്ട് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകും. വലിയ അപകടമുണ്ടാകുന്നതിന് മുമ്പ് കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാണ് രോഗികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുക്കം.